സുബുൽ എന്ന വാക്കുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞതും ഇത് തന്നെയാണ്. സുബുൽ എന്താ സുബുൽ? വാന്ന ഹദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ മുസ്തഖീമായി നിൽക്കുന്ന മാർഗം. ഫത്തബിഉഹു, അത് മുസ്തഖീം ആയതുകൊണ്ട് നിങ്ങൾ അതിനെ തന്നെ വേണം പിൻപറ്റാൻ. വലാ തത്തബിഉ സുബുല, നിങ്ങൾ സുബുലിനെ പിൻപറ്റരുത്, അസുബുലിനെ പിൻപറ്റരുത്. അത് ശൈത്താൻ ഉണ്ടാക്കുന്ന വഴികളാണ്. ഫതഫറഖ ബിക്കും, അങ്ങനെ പിൻപറ്റിയാൽ അവ നിങ്ങളെ ഭിന്നിപ്പിച്ച് കളയും. ആ വഴികൾ അൻ സബീലിഹി, അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് ഭിന്നിപ്പിച്ച് തെറ്റിച്ച് കളയും എന്നും. അപ്പുറത്തെ സുബുലാണ് ഈ ഖുതുവാത്ത് ഷൈത്താൻ, സുബുൽ ഷൈത്താൻ. അതായത് ഹക്കിനും ഖൈറിനും മസ്ലഹത്തിനും എതിരായിട്ടുള്ള എല്ലാ വഴികളും സുബുൽ ഷൈത്താനാണ്. അപ്പൊ ദക്ര തആല അന്ന ലഹു സബീലൻ വാഹിദതൻ സമ്മഹ സിറാത്തൻ മുസ്തഖീമൻ. അപ്പൊ അള്ളാഹ് ഇവിടെ പഠിപ്പിക്കുന്ന വ്യക്തമായ ഒരു കാര്യമാണ്. അള്ളാഹ്ക്കുള്ളത് ഒരേ ഒരു വഴിയാണ്. ആ വഴിക്ക് മുസ്തഖീമായ വഴിയാണ് അള്ളാഹു നാമകരണം ചെയ്തിരിക്കുകയാണ്. ലിഅന്നഹ അഖ്റബു തരീഖ് ഇലൽ ഹഖ് വൽ ഖൈർ വസ്സലാം, ഹക്കിലേക്കും നന്മയിലേക്കും സലാമിലേക്കുള്ള ഏറ്റവും ഋജുവായ, ഏറ്റവും കരീബായ വഴി അതാണ്. അതിനേക്കാളും ഒരു കുറുക്കു വഴി വേറെ ഇല്ല. വനഹുനാക്ക സുബുലൻ മുതഅദ്ദിദ, എന്നാൽ അതിന്റെ അപ്പുറത്ത് ഒരുപാട് വ്യത്യസ്തമായ വഴികൾ ഉണ്ട്. യതഫറഖു മുത്തബിഉഹാ അൻ ദാലിക സിറാത്ത്, ആ വഴികളുടെ പിന്നാലെ പോകുന്നവർ ഈ സിറാത്തിൽ നിന്ന് ചിതറി പോകും, ഭിന്നിച്ചു പോകും. വഹിയ തുർക്കു ഷൈത്താൻ, അതാണ് ഷൈത്താന്റെ വഴികൾ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. വഖദ് ഉലിമ മിൻ ജാരി തഫറഖ് താബിയൻ ഇത്തിബാ സുബുൽ ഹിയ ഗൈർ സിറാത്തില്ല ഇന്നലദിന യത്തബിഊന സബീലല്ലാഹ് ലാ യതഫറഖൂൻ. അപ്പോ പിന്നെ ഷൈത്താന്റെ വഴികൾ പിന്തുടരുന്ന ആള് മുസ്തഖീം അല്ലാത്ത വഴികൾ ആയ സുബുലിനെ പിന്തുടരുകയാണ് എന്ന് നിശ്ചയിച്ചതിലൂടെ ഒരു കാര്യം മാലൂമായി. എന്താണ് മാലൂമായത്? അള്ളാഹുവിന്റെ സബീൽ പിന്തുടരുന്ന ആൾക്കാർ പരസ്പരം ഭിന്നിക്കാൻ നിൽക്കൂല. ഇന്നലദിന യത്തബിഊന സബീലല്ലാഹി ലാ യതഫറഖൂൻ, അവർ ഭിന്നിക്കാൻ നിൽക്കൂല. അള്ളാഹ് പറഞ്ഞ നോക്ക്, സൂറത്ത് അൻആം 159 ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈഇൻ, തങ്ങൾക്ക് ലഭിച്ച ദീനിനെ ഭിന്നിപ്പിച്ചിട്ട് വിഭിന്ന കക്ഷികളായി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അവര് പിന്നെ ലസ്ത മിൻഹും ഫീ ഷൈഇൻ, ആ കക്ഷികളിൽ ഒരാളുമായും താങ്കൾക്കൊരു ബന്ധമല്ല എന്നാണ് നബിയോട് അള്ളാഹ് പറഞ്ഞത്. ആ കക്ഷികളിൽ ഒരാളുടെയും കാര്യത്തിൽ ഒട്ടും നിങ്ങൾ പങ്കെടുക്കുന്നില്ല, നിങ്ങൾക്ക് ആ കക്ഷിയായിട്ട് ബന്ധമല്ല, ആ ഭിന്നിപ്പിക്കൽ കക്ഷികളായിട്ട് ഒരു ബന്ധമല്ല. നാം കത് എത്ര അലൈഹിം സബബുൽ ഖിലാഫ് വത്തനാസു, അദ്ദേഹം പറയാണ് പിന്നെ ചിലപ്പോ പരസ്പര ഭിന്നതക്കും തർക്കത്തിനുള്ള ചില കാരണങ്ങളും വഴികളൊക്കെ ഉണ്ടായെന്ന് വരും. എത്രയോ തന്നെ പുതുതായിട്ട് ഉണ്ടായെന്ന് വരും. പക്ഷെ വലാക്കിന്നഹും ഷാറു എന്റെ തനാസുഖ ദബ്ബ ഇലഹിം ഫി അംരിൻ, എന്തെങ്കിലും ഒരു വിഷയത്തില് പരസ്പരം തർക്കിക്കുക എന്നുള്ള ഒരു സംസ്കാരം അവരിലേക്ക് അരിച്ചെത്തിയിട്ടുണ്ട് എന്നവർക്ക് എപ്പോ ബോധ്യപ്പെടുന്നുവോ ഫസിഉഇലാ തഹ്കീമില്ലാഹി വറസൂലി, അന്നേരം ഉടനെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഹുക്മ തേടുക എന്നുള്ളിടത്തേക്ക് അവർ ഓടി വരും. ഹുക്കുംഹിമ, എങ്ങനെ? എന്ത് വിഷയത്തിലുള്ള തർക്കവും തീർക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹുക്കുമിലേക്ക് ആ കാര്യം അവർ റദ്ദ് ചെയ്യും, മടക്കും. അങ്ങനെയാണ് അവർ ചെയ്യുക. കമ അമർഹും ബിൽ ഖൗലി, അതാണ് അള്ളാഹ് കൽപ്പിച്ചത് അവരോട്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. എന്തെങ്കിലും കാര്യങ്ങൾക്ക് പരസ്പരം ഭിന്നത വന്നാൽ ആ ഭിന്നത വന്ന കാര്യം അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം. അള്ളാഹുവിലും അന്ത്യ ദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവൻ അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. അതാണ് ഏറ്റവും ഉത്തമം. ഏറ്റവും മടക്കുന്നതിന് നല്ലതും അത് തന്നെയാണ്. മടക്കി കൊണ്ടുപോവുക, വ്യാഖ്യാനിക്കാനുള്ള അർത്ഥം ഇത് വരുന്നതാണ്. ഐ മആലൻ വആഖിബത്തൻ, അതായത് മടങ്ങി ചെല്ലാനുള്ള കേന്ദ്രം എന്ന നിലക്കും പര്യവസാനം എന്നുള്ള നിലക്കും ഏറ്റവും നല്ലത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഏത് വിഷയങ്ങളും കൊണ്ടുപോകലാണ്. അപ്പൊ ആയാത്ത് യുഫസ്സിറു ബഅ്ദുഹാ ബഅ്ദൻ ഇദാ നഹ്നു അഖദ്നാ ഖുർആന ബിജംലതിഹി കമാ അമറന. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആയത്തുകൾ പരസ്പരം മുഫസ്സിറാണ്. ഒരായത്ത് പറഞ്ഞ കാര്യത്തിന് തഫ്സീർ വേറെ ആയത്തിനുണ്ടാവും. ഖുർആനെ മുഴുവനായി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ എടുക്കാനാണ് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗവും മനസ്സിലാക്കി എടുക്കണം. ഏതെങ്കിലും ഒരു ആയത്ത് കണ്ട ഇത് മാത്രം വ്യാഖ്യാനിച്ച് കൂടിയാ പോരാ എന്നർത്ഥം. വഖാല ഉസ്താദ് ലിമ, ഇനി രംഗത്ത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെ ഒരു കവിത അദ്ദേഹം രേഖപ്പെടുത്താം. ഹദിൽ ആയാത്തു ഹുജ്ജത്തുൻ ലിഉലമാഇൽ ഉസൂൽ അൽ ഖായിലീൻ ബിഅന്നൽ ഹഖ വാഹിദുൻ ലാ യതഅദ്ദദ്. ഈ ഒരു ആയത്ത് ഉസൂലി പണ്ഡിതന്മാർക്കുള്ള എൻ്റെ ഒരു തെളിവാണെന്നാണ്. ഉസൂലി പണ്ഡിതന്മാർ പറയുന്നുണ്ട്, യഥാർത്ഥ സത്യം ഒന്നേ ഉണ്ടാവുള്ളൂ, അത് ഒന്നിൽ കൂടുതൽ ഉണ്ടാവില്ല. യഥാർത്ഥ സത്യം ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിൽ കൂടുതൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
ആ പറഞ്ഞ ആളുകൾക്കുള്ള ഏറ്റവും നല്ലൊരു തെളിവാണ്, ഉസൂലി പണ്ഡിതന്മാരുടെ ആ വാദത്തിന്റെ തെളിവാണ് ഈ ആയത്ത്. കാരണം അള്ളാന്റെ വഴി ഒറ്റ ഒന്നേ ഉള്ളൂ, ബാക്കിയുള്ള അനേകം വഴികളിലൊക്കെ പിഴവാണെന്നുണ്ടല്ലോ. വയാലിത്ത് അസ്ഹാബ ഹാദൽ അസുൽ, ഈ അസുൽ കൊണ്ടു നടക്കുന്ന ഉസൂലി പണ്ഡിതന്മാര് ഫവ്വല അൻഫുസിഹിം അൽ ഇജ്തിമാ ലികുല്ലി ഖിലാഫിൻ യഅറുദു ലഹും, അവരുടെ മുന്നിൽ വരുന്ന എല്ലാ ഭിന്നാഭിപ്രായങ്ങളിലും ഇജ്തിമാ, ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് അവരുടെ നഫ്സിനൊന്ന് ഫറലാക്കിയിരുന്നെങ്കിൽ, ഫറലു അല അൻഫുസിഹിം, ഫവ്വലു അല്ല, ഫറലു അല അൻഫുസിഹിം അൽ ഇജ്തിമാ, ഭിന്നതയുള്ള കാര്യത്തിലൊക്കെയും സ്വന്തം നഫ്സിന് ഇജ്തിമാ എന്നുള്ളത് ഒരു ഫറലായി ഈ പണ്ഡിതന്മാർ കണ്ടിരുന്നെങ്കിൽ, വൽബഹ്സൻ വജിഹിൽ ഹഖ് ബിഹി ബിലാ തഅസ്സുബ് വലാ മിറായി, വിഷയം എന്തായിരുന്നാലും അതിൽ വേറെ മുൻവിധിയൊന്നുമില്ലാതെ, തർക്കല്ലാതെ, പക്ഷപാതിത്വമില്ലാതെ യഥാർത്ഥ ഹക്കിന്റെ വഴി എന്താന്നുള്ളത് തിരയാൻ ഈ പണ്ഡിതന്മാർ തയ്യാറായിരുന്നെങ്കിൽ, ഹത്തൈദ മാ ലഹറ ലഹും അജ്മഅ അലൈഹി, അങ്ങനെ എന്താണ് അവർക്ക് ലാഹിറായി കിട്ടുന്നത് ശരിക്ക് മുൻവിധിയില്ലാതെ പിന്നെ ചിന്തിച്ചിട്ട് അതിലവർ ഇജ്മാ ആയി ഏകണ്ഠമായിട്ട് വരണം. വൈദാഹു അലം യൽഹർ ലി ബാദിഹിം, ഇനി അത് ചില ആളുകൾക്ക് ആ വഴി ഏതാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, ലാഹിറായി കിട്ടിയിട്ടില്ലെങ്കിൽ, സാബറ മല്ലം യൽഹർ ലഹു, അത് ബോധ്യപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത ആൾക്കാർ തുടരണം. മുസാബറത്ത് എന്നാൽ മുദാവമത്ത്, അവർ പിന്നെയും നിലനിൽക്കണം. അല്ലാത്ത തുലാബിഹി, അതിന്റെ അന്വേഷണത്തിന്റെ വഴിയിൽ അവർ മുന്നോട്ട് പോകണം. ബി ഇഖ്ലാസ്, ആ അന്വേഷണമാവട്ടെ നിഷ്കളങ്കമായിട്ടും നിസ്വാർത്ഥമായിട്ടും നടത്തണം. ലാ യുആദി ഫീഹി അഹദൻ, ഒരാളോടും ഒരു എതിർപ്പും ഒരു ശത്രുതയും ആ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. തികഞ്ഞ നിഷ്കളങ്കമായ അന്വേഷണം. വലാ യജ്അലുഹു ദരിഅത്തൻ ലിതഫ്രീഖിൽ കലിമ, മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ കലിമ ഛിദ്രിപ്പിക്കാൻ ഒരു മാർഗമായി ആ വിഷയം സ്വീകരിക്കുകയും ചെയ്യാൻ പാടില്ല. അപ്പൊ തികഞ്ഞ നിസ്വാർത്ഥതയോടുകൂടി വിഷയങ്ങൾ അന്വേഷിക്കുക, മനസ്സിലാക്കുക, ശരിയായത് ബോധ്യപ്പെടുന്നവരെ അതിന്റെ പിന്നാലെ അന്വേഷണം തുടരുക. പക്ഷെ ആരെയും എതിർക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ശത്രുതയോടുകൂടി കാണാനൊന്നും തയ്യാറായിരുന്നു എന്നാണ് സാജിമാന്റെ വാക്കുകൾ. തരീഖുൽ ഹഖ് വൽ വഹദ വൽ ഇസ്ലാം, ഹക്കിന്റെ വഴിയാണ് എന്ന്, ഹക്കിന്റെ വഴി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിന്റെ വഴിയാണ്, ഐക്യത്തിന്റെ വഴിയാണ്, വഹദാണ്. അപ്പോൾ തുർക്കു ഷൈത്താൻ ഹിയ മസാറത്തു തഫറഖ് വൽ ഖിസാം, ഷൈത്താന്റെ വഴികൾ എന്ന് പറയുന്നതോ ഭിന്നതയുടെ പരസ്പര തർക്കത്തിന്റെ കേളി രംഗങ്ങളാണ്. മസാറത്താണ് ആദ്യം ഇളകിയാടുന്ന രംഗങ്ങളാണ്. വഹിയ മാറൂഫത്തുൻ ഫീ കുല്ലി ഉമ്മ, അതെല്ലാ സമുദായങ്ങളിലും മാറൂഫായിട്ട് ഉള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വലാക്കിൻ ഷൈത്താൻ യുസയ്യിൻ തുർഖ, പക്ഷെ ഒരു കാര്യമുണ്ട്, അറിയെങ്കിലും നമ്മൾ അതിന് പിന്നാലെ പോകും. കാരണം ആ വഴി ഏറ്റവും ഭംഗിയുള്ളതാണെന്ന് ഷൈത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കും, കാണിച്ചു തരും. വയുസബ്ബിലു ലിന്നാസിൽ മനാഫിഅ വൽ മസാലിഹ് ഫി തഫറഖ് വൽ ഖിലാഫ്, ഭിന്നിച്ചു നിൽക്കുന്നതിലാണ് നന്മകളും താല്പര്യങ്ങളും എന്ന് ഒക്കെ നടക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് ഇങ്ങനെ ഭംഗിയായി ഷൈത്താൻ തോന്നിപ്പിക്കും. ഫഖദ് കാനത്ത് യഹൂദ് ഉമ്മ വാഹിദ, ഉദാഹരണം ചരിത്രം പറയണം, യഹൂദി ഉമ്മ ഒറ്റ ഉമ്മത്തായിരുന്നു. മുജ്തമിഅത്തൻ അലാ കിതാബിൻ വാഹിദിൻ ഹുവ സിറാത്തുല്ലാഹ്, അവർക്ക് അല്ലാഹ് ഇറക്കി കൊടുത്ത ഒരൊറ്റ കിതാബിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു. അള്ളാഹിന്റെ വഴിയാണ് ആ കിതാബിലുള്ളത്. എന്നാൽ ഫസവ്വല ലഹും ഷൈത്താൻ, അങ്ങനെ ഒരുമിച്ച് പോയ യഹൂദികൾക്ക് ഷൈത്താൻ ഭിന്നത ഭംഗിയായി കാണിച്ചു കൊടുത്തു. ഫതഫറഖു, അങ്ങനെ അവർ ഭിന്നിച്ചു. വജഅലു ലഹും മദാഹിബ വതുറുഖൻ, അവരും പല തരീഖുകളും പല മദ്ഹബുകളും അവർക്കുണ്ടാക്കി. വല്ലാഹുവിലെ കിതാബിൽ അള്ളാഹു, അള്ളാഹിന്റെ കിതാബിലേക്ക് അവർ തോന്നിയൊക്കെ കൂട്ടിച്ചേർത്തു. വഹറഫു മിൻ കലിമിഹി മഹറഫു, അള്ളാഹുവിന്റെ കിതാബിലെ കലിമകൾ അവർക്ക് ഭേദഗതി വരുത്താൻ തോന്നിയപ്പോൾ ഭേദഗതി വരുത്തുകയും ചെയ്തു. സുബുൽ, ഈ പറഞ്ഞ സുബുലിന്റെ പിന്നാലെ അവരൊക്കെ പോയി. ഫതഫറഖത് ബിഹി അൻ സബീലില്ല, അതുകൊണ്ട് ആ സുബുൽ അള്ളാഹുവിന്റെ യഥാർത്ഥ സബീലിൽ നിന്ന് അവരെ ഭിന്നിപ്പിച്ച് തെറ്റിച്ച് കളയുകയും ചെയ്തു. ഹത്ത ഹല്ല ബിഹിമുൽ ഹലാഖു വദ്ദിമാർ, അങ്ങനെ ഈ ഒരു സമൂഹം അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നാശം, ശിക്ഷ ഒക്കെ വന്നിറങ്ങി. അവർ എല്ലാ നിലക്കും ഛിന്ന ഭിന്നമായി പിച്ച് ചീന്തപ്പെട്ടു എന്ന്. വകദാലിക ഫഅല ഗൈറുഹും, ഇതേ വഴി തന്നെയാണ് ബാക്കിയുള്ളവർ ചെയ്തത്. കന്നഹും റഅൗ ദീനഹും നാഖിസൻ ഫകബ്ബലു, ഇവരൊക്കെ ചേലും കോലം കണ്ടാൽ അവർക്ക് അള്ളാഹ് കൊടുത്ത ദീന് അപര്യാപ്തമായിരുന്നു, നാഖിസായിരുന്നു, അവരാണത് കാമിലാക്കിയത് എന്ന കോലത്തിലാണ്. അപ്പോൾ ഖലീലൻ ഫകസ്സറുഹു, അള്ളാഹു കൊടുത്ത ദീന് ഖലീലാണ്, കുറച്ചേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അത് കസീറാക്കിയവർ അവരാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ വാഹിദൻ ഫഅദ്ദദുഹു, ഒരൊറ്റ ദീനെ അള്ളാഹ് കൊടുത്തുള്ളൂ, അത് എണ്ണം കൂടുതലാക്കിയവർ എന്നുള്ളതാണ്. സഹലൻ ഫസഅബുഹു, അള്ളാഹ് കൊടുത്ത വഴി സുഗമമായിരുന്നു, സഹലായിരുന്നു, അവരത് സങ്കീർണമാക്കി, പ്രയാസകരമാക്കി. ഫസഖുൽ അലൈഹിം ബിദാലിക്, അങ്ങനെ അത് അവർക്ക് സഖീലായി.
കൊണ്ടടക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭാരം അവർ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ദീനിനുണ്ടായി. അപ്പൊ അവർ ഇട്ടുകളഞ്ഞു. പിന്നെ ആ ദീൻ അവർ തീരെ സ്വീകരിച്ചുമില്ല. അവർ തന്നെ ഉണ്ടാക്കിയ ഭാരമാണ്. പിന്നെ ആ ഭാരം വഹിക്കാൻ കഴിയാതെ അവർ മറ്റേ ഇട്ടുകളഞ്ഞു. അപ്പൊ ദഹബല്ലാഹു ബിവഹദതിഹിം. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവരുടെ ഐക്യം അള്ളാഹു ഇല്ലാതാക്കി. ഹത്താ ലം തുഗ്നി അൻഹും കസ്റത്തുഹും. അവരുടെ എണ്ണത്തിന്റെ വർധനവ് ഒരു പ്രയോജനം അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതാണ്. വസുല്ലിത അലൈഹിമുൽ ആദാവ്. ആ യഹൂദികളുടെ എതിരാളികൾ അവർക്ക് മേൽ സുൽത്താൻമാരായി, അധികാരികളായി വന്നു. ഉൻസില ബിഹിമുൽ ബലാവ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണം അവർക്ക് ഇറങ്ങുകയും ചെയ്തു. ഇതിനെക്കുറിച്ചാണ് അള്ളാഹ് സൂറത്ത് ഗാഫിർ പറഞ്ഞത്, സുന്നത്തുല്ലാഹ് അല്ലത്തി ഖദ് ഖലത് ഫീ ഇബാദ്. തന്റെ അടിമകളുടെ വിഷയത്തിൽ മുന്നേ നടന്നു വരുന്ന അള്ളാഹുവിന്റെ നടപടിക്രമം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പരിധി കവിഞ്ഞാൽ അള്ളാഹു പിടികൂടും ഏത് ധിക്കാരികളെയും. അതുവരെ അങ്ങനെ അയച്ചിട്ടുള്ളൂ. അള്ളാഹിന്റെ നടപടിക്രമം സുന്നത്ത് അതാണ്. നിങ്ങൾ ഷെയ്ത്താന്റെ കാൽപ്പാടുകൾ പിന്തുടരരുത് എന്ന് ഈ ആയത്ത് പറയുമ്പോൾ ആ ഖുതുവത്ത് ഷെയ്ത്താൻ എന്താന്നുള്ളതിനെ കുറിച്ച് ഈ രംഗത്ത് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ആശയം ഈ പറഞ്ഞൊക്കെ തന്നെയാണ്. ഫമിൻ ഖുതുവാത്തിഹി. ഇനി ആ കൂട്ടത്തിൽപ്പെട്ട ഖുതുവാത്തിൽപ്പെട്ടതാണ് തുറുക്കുൽ ഫവാഹിഷ് വൽ മുൻകറാത്ത് കുല്ലിഹ. എല്ലാ മുൻകറാത്തിന്റെയും ഫവാഹിഷിന്റെയും, ഫവാഹിഷ് എന്നുള്ളത് ഫാഹിഷത്തിന്റെ എമ്മാണ്, വൃത്തികെട്ടത്, മ്ലേച്ഛമായത് എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. ഖുർആനിലെ പദപ്രയോഗം സദാചാര വിരുദ്ധമായ കാര്യത്തിന് പ്രത്യേകമായിട്ടാണ് പലർക്കും ഉപയോഗിച്ചിട്ടുള്ളത്. വാക്കിന്റെ അർത്ഥം എല്ലാ വൃത്തികേടുകളും പെടും. പക്ഷെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത് സദാചാര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഖുർആൻ. വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിഷ എന്നൊക്കെ പറഞ്ഞ ആയത്തുകൾ അങ്ങനെയാണ് പറയുന്നത്. അതെല്ലാം മുൻകറാത്തും എല്ലാ ഫവാഹിഷും ഷെയ്ത്താൻ ഖുതുവത്ത് തന്നെ. വലദാലിക ഖാല തആല വമൻ യത്തബി ഖുതുവാത്തി ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. അള്ളാഹ് പറഞ്ഞത് ഷെയ്ത്താന്റെ ഖുതുവത്തിൽ പിന്തുടരുന്ന ആരോ അവർ മനസ്സിലാക്കണം ഷെയ്ത്താന്റെ കൽപ്പന ഫഹ്ശാവും മുൻകറും ചെയ്യാനാണ്. അപ്പൊ മുൻകറും ഫഹ്ശാവും ഷെയ്ത്താന്റെ വഴി തന്നെയാണ്. സൂറത്ത് നൂർ 21. ഇനി കൗൻ ഷെയ്ത്താൻ അദുവ്വൻ മുബീൻ. ആയത്തിന്റെ അവസാന ഭാഗം പറഞ്ഞത് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാണ് പിശാച്. അതെങ്ങനെ? ഫദാക ജമിഅ മാ യദഉ ഇലൈഹി ളാഹിറുൽ മുത്ലഖ്. ഷെയ്ത്താൻ എന്തിലേക്കാണ് വിളിക്കുന്നത്? ആ സംഗതികൾ മുഴുവൻ അയഥാർത്ഥമാണ്, ബാത്തിലാണെന്നുള്ളത് വ്യക്തമാണ്. ബയ്യിനുൽ ളറർ. അത് ഉപദ്രവം ഉള്ളതാണെന്ന് വ്യക്തമാണ്. ലിമൻ തഅമ്മല വഅഖല. ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ച് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്താൻ ആവശ്യപ്പെടുന്ന എല്ലാതും ബാത്തിലായ കാര്യമാണ്, മോശമാണ്, തെറ്റാന്നുള്ള ഉറപ്പാണ്. ഫമല്ലം യുദ്രിക് ദാലിക ഫീ മബ്ദഇൽ ഖുതുവാത്ത്. ഷെയ്ത്താൻ ആവശ്യപ്പെടുന്നത് ഏറ്റവും മോശമായ കാര്യമാണെന്നുള്ള ബോധ്യം ഈ ഖുതുവത്തുകളുടെ തുടക്കത്തിൽ ഒരുത്തന് ഉണ്ടായില്ലെങ്കിൽ അദ്റകഹു ഫീ ഗായതിഹ. അവൻ ആ കാര്യം അതിന്റെ അവസാനത്തിലെത്തുമ്പോൾ ബോധ്യപ്പെടും. തുടക്കത്തിൽ ബോധ്യപ്പെട്ട് തിരുത്തിയാൽ ഏറ്റവും നന്ന്. അല്ല എന്നുണ്ടാകുക അവസാനം മരിക്കാൻ നേരത്ത് ബോധ്യപ്പെടും. ഇന്ദമായി യദൂഖു മറാറത്ത മഹബ്ബത്തിഹ. അതിന്റെ മഹബത്ത് എന്നാൽ ആഫത്ത് തന്നെ. ആ ആപത്തിന്റെ കയ്പ് അനുഭവിക്കുന്ന സമയത്ത് മരണത്തിൽ ബോധ്യമാണ്, ഞാൻ മരിച്ചു പോവുകയാണ്, ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെയും ഷെയ്ത്താന്റെ വഴിയായിരുന്നു എന്ന് മനസ്സിലാക്കി കയ്പ് അനുഭവിക്കാൻ പോവാണ്. ലാസിയമ ബാദ് തസ്കീരില്ലാഹി തആല ഹിദായത്തിഹി ഇബാദഹു ഇലാ ദാലിക്. അല്ലാഹു തആല ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു തന്റെ അടിമകളെ ഈ വിഷയത്തിലേക്ക് ഗൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൈഡ് ചെയ്യുകയും ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആ വഴി സ്വീകരിച്ചവൻ പിന്നെ കയ്പ് അനുഭവിക്കേണ്ടി വരും. അപ്പോ ബോധ്യവും. എന്നാൽ തുടക്കത്തിൽ തന്നെ ബോധ്യമായി ആ ഖുതുവത്തിന് പിന്മാറിയാൽ അവന് രക്ഷയുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഹിദായത്ത് ഒരാൾക്ക് കിട്ടിയിട്ട് അവൻ ഹിദായത്തിലേക്ക് വരാൻ വലാലത്തിൽ തന്നെ നിലകൊള്ളുകയാണെങ്കിൽ ആ ഹിദായത്ത് സ്വീകരിക്കാതെ വലാലത്ത് സ്വീകരിച്ചതിന് യാതൊരു ന്യായവും ഒരു എതിർന്നും അവന് പറയാനില്ല. കാരണം അവസരം കിട്ടി, സംഗതി ബോധ്യപ്പെടുത്തി കൊടുത്തു, എന്നിട്ടും അവന്റെ ചോയ്സ് വലാലത്തായിരുന്നു. പിന്നെ മരിക്കാൻ നേരത്തെ എനിക്ക് മനസ്സിലായി, ബോധ്യമായി എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വലാലത്ത് തന്നെ അവൻ ബാക്കിയായാൽ, ആ ഹിദായത്ത് കിട്ടിയിട്ട് വലാലത്ത് തന്നെ സ്വീകരിച്ചാൽ അവന് യാതൊരു ഒഴികഴിവും യാതൊരു എതിർവുമില്ല. വസ്തഹബ്ബൽ അമാൽ അൽ ഹുദ. വലാലത്ത് സ്വീകരിച്ചു മാത്രമല്ല ഹുദയേക്കാൾ അന്ധതയിൽ മുന്നോട്ട് പോകുന്നതിന് അവൻ ഇഷ്ടപ്പെട്ടു. വലുതാലിക്ക കാല അസ്സ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് തൊട്ടടുത്ത് فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. അപ്പൊ ബയ്യിനാത്ത്, അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വന്നെത്തിയിട്ടും
നിങ്ങൾ സ്ലിപ്പായി പോയാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, അള്ളാഹു ആർക്കും തോൽപ്പിക്കാനാവാത്ത അജയ്യനാണ്. എന്നാൽ യുക്തിഭദ്രമായി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഹക്കീമാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കണം. ഐ ഫൈൻ ജലത്തും വഹദത്തും ഫൈൻ ജലത്തും വഹത്തുമൻ സിറാത്തില്ല ഹദാ യഹദും തെറ്റിപ്പോവാന്നുള്ള അള്ളാഹുവിന്റെ സിറാത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോയാൽ, അങ്ങനെ സ്ലിപ്പായി അള്ളാഹുവിന്റെ സിറാത്തിൽ നിന്ന് ഇലാ ഖുതുവത്ത് ഷെയ്ത്താന്റെ ഖുതുവത്തിലേക്ക് നിങ്ങൾ തെറ്റിപ്പോയാൽ, അള്ളാഹിന്റെ വഴി സിൽമാണ്, സമാധാനത്തിന്റെ വഴിയാണ്. വഹിയ തുറുക്കുൽ ഖിലാഫ് വൽ ഇഫ്തിറാഖ് വൽ ബാത്തിൽ വശർ. ഷൈത്താന്റെ വഴികൾ, നിങ്ങളിപ്പോൾ സ്വീകരിച്ച വഴികൾ എന്ന് പറഞ്ഞാൽ ഭിന്നതയുടെ, ഛിദ്രതയുടെ, അസത്യത്തിന്റെ, ദുഷ്ടതയുടെ ഒക്കെ വഴികളാണ്. അതിലേക്ക് നിങ്ങൾ പോയാൽ, കാരണം എപ്പോഴും മിംബാദി അൻ ബയ്യൻ അള്ളാഹു തആല ലക്കും, നിങ്ങൾക്ക് അള്ളാഹു വ്യക്തമായും വിശദീകരിച്ചു തന്നതിന് ശേഷം എന്തെന്ന്, അന്ന സബീലഹു വാഹിദത്തുൻ വഹിയ സിൽം, അള്ളാഹുവിന്റെ സബീൽ ഒറ്റൊന്നാണ്, അത് സിൽമിന്റെ വഴിയാണ്. ഉദ്ഖുലൂ ഫി സിൽമി കാഫ എന്നുള്ള ആയത്തിലാണ് പറഞ്ഞു, അതാണ് സിൽമിന്റെ വഴി എന്ന് പറഞ്ഞതിന് ശേഷവും നിങ്ങളത് സ്വീകരിച്ചാൽ, വൻ ഷൈത്താനിലക്കും അത് മുബീൻ, നിങ്ങളതിൽ തെറ്റിക്കാൻ നിൽക്കുന്ന ഷൈത്താൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാണ് എന്നുള്ളതും പിന്നെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ തെറ്റിയാൽ, അമറക്കുമൻ തത്തബിയു അതുവൻ തത്തഹിദു അതുവൻ, അവൻ അതുവായി തന്നെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. വതജ്തനിബു തുർഖഹു വഖത്വാതി, അവൻ പോകുന്ന വഴികൾ, അവൻ കാണിച്ചു തരുന്ന വഴികൾ, അവന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പൂർണ്ണമായും വെടിഞ്ഞേക്കണം, ഒഴിവാക്കണമെന്നും കൽപ്പിച്ചു. സുമ്മ ഫസ്സല ലക്കും മിൻ ദാലിക മൽതുറത്തും ഇലൈ, പിന്നെ അതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മുത്തറായിട്ട് വരുന്ന കാര്യം എന്തൊക്കെയാണെന്നുള്ള അതും സ്വീകരിച്ചിരുന്നു. അതായത് ഹറാമാക്കിയത് തന്നെ ചില നിർബന്ധിത അനിവാര്യ ഘട്ടത്തിൽ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യം ഉണ്ടാവും, അതേതൊക്കെ അത് വേറെ പറഞ്ഞിട്ടുണ്ട്. വാക്കന നഹിയ അൻ ശരീരിൽക്ക തുറുഖ് അഷ്ടമിഹ, ഈ തുറുക്കിൽ വെച്ച് ഏറ്റവും ദുഷ്ടമായതും ഏറ്റവും ലക്ഷണക്കേട് നിറഞ്ഞതും ദൗർഭാഗ്യം നിറഞ്ഞതുമായത് അള്ളാഹു തആല നഹി ചെയ്തു, ശക്തമായി നഹി ചെയ്തു. വഹിയ തുറുഖു തഫറുഖി വൽ ഖിലാഫ്, ആ ഏറ്റവും ലക്ഷണം കെട്ട ഏറ്റവും ദുഷ്ടമായ വഴി എന്ന് പറഞ്ഞത് ഈ തുറുക്കിന്റെ കൂട്ടത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന വഴിയാണ്. ഭിന്നതയാണ് അള്ളാഹു ഏറ്റവും മോശമായിട്ട് ഇവിടെ ചിത്രീകരിച്ചത്. ഫഅലമു അന്ന അമാമക്കും അമ്രൻ ജലീലൻ വാഖദ മബീനൻ ذلك أن الله تعالى لعزته لا ينسى من ينسى سننه ويجل عن ശരീഅته. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത്. വളരെ ശക്തമായിട്ടുള്ള അഹ്ദാണ്, ഒരു പിടികൂടലാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്താണ് അല്ലാഹു തആല അവന്റെ ഇങ്ങനെയൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടും കേട്ടോ, ഇങ്ങനെയൊക്കെ വ്യക്തമായി പറഞ്ഞു നമ്മൾ പ്രസ്ഥാനം പോകുന്നത് ഇതേ വഴിയാണ് ശരിക്കും. ഇപ്പൊ ഇവിടെ ഈ ഖിലാഫത്തും സഫറത്തിലൂടെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ വിശദമായിട്ട് അതൊക്കെ വായിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ വഴി. ഓക്കെ, അപ്പൊ വളരെ ജലീലായ അതിമഹത്തായ സംഗതികളുടെ മുമ്പിലുണ്ട്. വളരെ വബീലായിട്ടുള്ള, വളരെ വിനാശകരമായിട്ടുള്ള ഒരു പിന്നെ ശക്തമായിട്ടുള്ള ഒരു പിടികൂടൽ നിങ്ങളെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു അവൻ അസീസ് ആയതുകൊണ്ട് തന്നെ, അവന്റെ ഇജ്ജത്തിനാൽ തന്നെ ലാ ഇൻസ മൻ ഇൻസ സുന്നഹു, അവന്റെ വഴികളെ മറക്കുന്ന ആൾക്കാരെ അള്ളാഹ് മറക്കൂല. അള്ളാഹിന്റെ വഴികൾ മറന്ന് ജീവിക്കുന്ന ആൾക്കാരെ അള്ളാഹ് മറക്കാൻ പോകുന്നില്ല. വൈജിൽ ശരീഅത്തി, അള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് സ്ലിപ്പായി മറ്റു വഴികൾ സ്വീകരിക്കുന്നവരെ അള്ളാഹു സ്മരിക്കൂല. ബൽ യഖുദു അഖദ അജീജിൻ മുഖ്തദിർ, മറിച്ച് അള്ളാഹു അവനെ പിടികൂടും. എല്ലാ കഴിവുമുറ്റവനായ, ശക്തനായ, അജയ്യനായ ഒരാളുടെ പിടുത്തം അള്ളാഹു അവനെ പിടിക്കും. വലിയ ഹിക്മത്തിഹി ഖദ് വല്ലാത്തിൽ കസുനൻ, അള്ളാഹു ഹക്കീമായതുകൊണ്ടാണ്, അവന്റെ ഹിക്മത്ത് കൊണ്ടാണ് ഈ സുന്നത്തുകളെല്ലാം, ഈ വഴികളെല്ലാം അള്ളാഹു നിശ്ചയിച്ചത്. ഫിൽ ഖലീഖത്തി, ഇവിടെ മനുഷ്യരിൽ, ഖലീഖത്ത് എന്ന മനുഷ്യർ. വഹദാ ഇലൈഹ നാസ ബിമാ അൻസല മിന ശരിഅ, അതേപോലെ തന്നെ അള്ളാഹു ഇറക്കിയ ശരീഅത്തിലൂടെ ഈ ഒരു വഴിയിലേക്കാണ് അവർ ഗൈഡ് ചെയ്തത്. വമിൻ ദാലിക അൻ ജഅല ലികുല്ലി അംബിൻ ഉഖൂബ, അതിന്റെ കൂട്ടത്തിലാണ് അള്ളാഹു ഓരോ പാപത്തിനും ശിക്ഷ ഓരോന്ന് നിശ്ചയിച്ചത്. വജഅല ഉഖൂബത അലാ ദുനൂബിൽ ഉമം അസ്റ മിൻ അസാരിഹ ലാസിമൻ ലഹ ഹത്മൻ, ഓരോ ഉമ്മത്തിനും കൊടുക്കുന്ന ശിക്ഷ എന്നുള്ളത് അവരുടെ ഒരു അസറായി, അവർ ചെയ്ത പ്രവർത്തനത്തിനുള്ള ഒരു ഫലമായി നിശ്ചയിക്കുകയുണ്ടായിരുന്നു. അനിവാര്യമായും നിർബന്ധമായും അവർക്ക് ബാധിക്കേണ്ട ഒന്നായിട്ടാണ് അവരുടെ കുറ്റകൃത്യങ്ങൾക്കുള്ള ആ ശിക്ഷ എന്നുള്ളത് നിശ്ചയിച്ചത്. അപ്പൊ കന്നഹു തആല ഖാൽ, അപ്പൊ അള്ളാഹു ഇങ്ങനെ പറഞ്ഞതുപോലെ നിൽക്കുന്നു. എന്താ പറഞ്ഞത്? ഫഅലമു അന്നഹു യുഹില്ലു ബിൽ ഇഖാബ്
നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ ഇറക്കി തരും. ലിഅന്നഹു അസീസുൻ ലാ യുഗ്ലബ് അലാ അംരി, കാരണം തൻ്റെ തീരുമാനത്തിലും തൻ്റെ കാര്യങ്ങളിലും ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അജയ്യനാണ് അവൻ. ഹക്കീമുൻ ലാ യുഹ്മിലു അംറ ഖൽഖി, തൻ്റെ സൃഷ്ടികളുടെ കാര്യത്തിൽ ഒരു ഹിമാലും ഇല്ലാത്ത, ഒരു അശ്രദ്ധയും വരാത്ത തികഞ്ഞ ഹക്കീമാണ് അള്ളാഹു. വലാകിന്ന ഹാൽ തഅബീർ അബ്ലഗ്, പക്ഷേ ഇങ്ങനെ അള്ള പറഞ്ഞതുപോലെയാണ് ഈ ആയത്തിലുള്ളത്. പക്ഷെ അള്ള പറഞ്ഞ ഈ വാക്കിന് ഏറ്റവും വലിയ ആയിട്ടുള്ളതാണ്, ഏറ്റവും ബലാഗത്ത് നടന്ന വാക്കാണ്. ലിഅന്നഹു ബയാനുൽ ലിൽ ഹുജ്ജ, കാരണം അത് ഒരു ഹുജ്ജത്തിന് വിശദീകരിക്കലാണ്. തഖ്രീറുൻ ലിൽ ബുർഹാൻ, അള്ളാഹുവിന്റെ ബുർഹാൻ സ്ഥാപിക്കലാണ്. ബിൽ ഇശാറത്തി ഇലാ മുഖദ്ദിമാത്തി, എങ്ങനെ സ്ഥാപിച്ചത്? അതിലേക്കുള്ള മുഖദ്ദിമുകളിലേക്ക് സൂചന നൽകിക്കൊണ്ട്. ഇക്തിഫാഅൻ ബിഹി, അത് പറഞ്ഞുകൊണ്ട് അള്ള മതിയാക്കുകയാണ്. അൻ ദിക്രി നതീജ, നതീജ പറയാതെ. വഹു മിൻ റുബിൽ ഇജാസ്, ഇജാസുൽ ഖുർആൻ, ഖുർആന്റെ സംക്ഷിപ്ത പ്രയോഗ രീതിയുടെ ഒരു ഐറ്റമാണ്. അല്ലത്തി ലം തുഹദ് ഫി കലാം ഇൻസാൻ, ഇത്തരം ഒരു ഇജാസ്, ഇത്ര ബലാഗത്ത് എന്ന് പറഞ്ഞ ഒരു ഇജാസ് മനുഷ്യന്റെ കലാമിൽ മാഹൂദല്ല, മാറൂഫല്ല. അപ്പൊ ഖുർആന്റെ സാഹിത്യ ഭംഗിയും ഖുർആന്റെ അമാനുഷികതയും കൂടി അതിലുണ്ട്, ഇജാസും ഈജാസും ഒക്കെ അതിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നതാണ് അതിന്റെ ഫലമായിട്ട് വരിക എന്നുള്ളത് പ്രത്യേകിച്ച് പറയാതെ, എന്നാൽ അത് കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ ഈജാസാക്കി നിർത്തി. ഖാല ഉസ്താദുൽ ഇമാം ഇന്നഹു ദക്കറ മിൻ സിഫാത്തിഹി തആല മാ ഹുവ ദലീലുൽ ഇഖാബ്, അള്ളാഹു തന്റെ സിഫത്തുകളുടെ കൂട്ടത്തിൽ പല സിഫത്തും അള്ളാഹുണ്ട്, പക്ഷേ ശിക്ഷയാണ് കിട്ടാൻ പോണത് എന്നുള്ളതിലേക്കുള്ള തെളിവായ സിഫത്തുകളാണ് അള്ളാഹ് പറഞ്ഞത്. ഇവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയാണ് എന്ന് സൂചിപ്പിക്കുന്ന സിഫത്താ പറഞ്ഞത്. ഫഹുവ ജവാലി, അത് നീങ്ങിപ്പോകുമെന്ന് ഒരു പ്രതീക്ഷക്കാൻ ഒരു വകയില്ല. വലാ ഹുസ്ന ഫിദ്ദീൻ അക്ബർ മിൻ ളന്നിൽ മഗ്റൂർ അന്നഹു യനാലു ജന്നതൻ അർദുഹ അസ്സമാവാതു വൽ അർദു വഫീഹാ മിനൻ നഈം വറിദ്വാൻ മാ ലം യഖ്തുർ അലാ ഖൽബി ബശർ ബിഗൈറിൽ അഅമാൽ അല്ലത്തി അർശദത് ഇലൈഹാ ആയത്തുല്ലാഹി തആല. അപ്പോ ദീനിന് മനുഷ്യൻ കൊടുക്കുന്ന ഏറ്റവും വലിയ പുച്ഛം, പരിഹാസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു തആലാന്റെ ആയത്തുകളിലൂടെ ഗൈഡ് ചെയ്ത അമലുകൾ ചെയ്യാതെ വേറെന്തൊക്കെയോ ചെയ്തുകൊണ്ട് ആകാശഭൂമികളോളം വിശാലമായ എല്ലാ സുഖ സൗകര്യങ്ങളും സംതൃപ്തിയൊക്കെ ഉൾക്കൊള്ളുന്ന സ്വർഗലോകത്ത് അങ്ങ് കടന്നുയല്ല എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഏറെ ഒരു ദീൻ പരിഹാസം വേറല്ല എന്നുള്ളതാണ്. അപ്പോ അന്നഹു യനാലു ജന്ന, താൻ സ്വർഗം നേടും. അർദുഹ സമാവാത്തു വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലതയാണ് ആ സ്വർഗത്തിനുള്ളത്, ആ സ്വർഗം താൻ നേടും എന്ന് വിചാരിക്കുക. വഫീഹാ മിനൻ നഈം വറിദ്വാൻ, ആ സ്വർഗത്തിലാണെങ്കിൽ വലിയ സൗഖ്യവും സന്തോഷമൊക്കെ ഉണ്ട്. എത്ര? മാ ലം യഖ്തുർ അലാ ഖൽബി ബശർ, ഈ ദുനിയാവിലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ചിന്തയായി പോലും ഉദിച്ചിട്ടില്ലാത്ത അത്ര വലിയ സൗഭാഗ്യങ്ങൾ, നഈം വറിദ്വാനൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ സ്വർഗത്തിൽ താൻ നേടും. എങ്ങനെ? ബിഗൈറിൽ അഅമാൽ അല്ലത്തി അർശദത് ഇലൈഹാ ആയാത്തുല്ലാഹി തആല, അള്ളാഹുവിന്റെ ആയത്തുകൾ ഗൈഡ് ചെയ്ത് മനുഷ്യനോട് നിർദ്ദേശിച്ച സംഗതികൾ അല്ലാത്ത അമലുകൾ ചെയ്തുകൊണ്ട് താൻ നേടും എന്ന് ചിന്തിക്കുന്നതിനേക്കാളും വലിയൊരു ദീനിനെ പരിഹസിക്കൽ വേറല്ല എന്നാണ്. മുബയ്യിനത്തൻ എന്ന ഉഖൂബത ലാ തർക്കിഹ മിൻ ആസാരി സിഫാത്തിഹിൽ ഖദീമ അല്ലത്തി ലാ യൽഹഖുഹാ തഗ്യീർ വലാ തുഅസ്സിർ ഫിഹാ അൽ ഹവാദിസ് ബിതബ്ദീൽ വലാ തഹ്വീൽ. മാത്രമല്ല ഈ ആയത്തുകൾ വിവരിക്കുന്നുണ്ട്, ഈ അള്ളാഹിന്റെ കൽപ്പനകൾ ലംഘിച്ചാൽ അല്ലെങ്കിൽ തർക്ക് ചെയ്താലുള്ള ശിക്ഷ, അള്ളാഹുവിന്റെ കൽപ്പനകളെ ഉപേക്ഷിച്ചാലുള്ള ശിക്ഷകൾ, അത് മിൻ ആസാരി സിഫാത്തിഹിൽ ഖദീമ, അള്ളാഹുവിലുള്ള ഖദീമായ സിഫത്തുകളുടെ ഫലമായിട്ടുള്ള സംഗതിയാണ്, ആ സിഫത്തിന്റെ ഭാഗമായിട്ടാണ്. അവൻ മുഖ്തദിറാണ്, മുൻതഖിമാണ് എന്നൊക്കെയുള്ള സിഫത്തുകൾ അള്ളാഹുണ്ടല്ലോ, അതിന്റെ ഭാഗമാണ്. അല്ലത്തി ലാ യൽഹഖുഹാ തഗ്യീർ, ഒരാൾക്കും മാറ്റം വരുത്താൻ കഴിയാത്ത, ഒരു മാറ്റം വരുത്തലും വന്നു ചേരാത്ത സിഫത്തിൽപ്പെട്ടതാണ്. വലാ തുഅസ്സിർ ഫിഹൽ ഹവാദിസ്, ഒരു സംഭവങ്ങളും ആ സിഫത്തുകളിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു സ്വാധീനം ഉണ്ടാക്കില്ല. ബിതബ്ദീൽ വലാ തഹ്വീൽ, ഒരു മാറ്റം വരുത്താനോ ചേഞ്ച് ചെയ്യാനോ ഒന്നുമുള്ള യാതൊരു തരത്തിലുള്ള സ്വാധീനവും ചെലുത്താത്തതാണ് ഈ സംഗതികൾ. അപ്പൊ അള്ളാഹിന്റെ സിഫത്തുകൾ അജയ്യമാണ്, ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ്. ആ സിഫത്തിൽ ശിക്ഷയുടെ പറയുന്നുണ്ട്, അതാണ് ഇവിടെ കൽപ്പന ലംഘിക്കുന്നവർക്ക് അള്ളാഹു തആല പറയുന്നത്. വനഹ്നു നഖൂലു അലാ തരീഖത്തി, ഇനി ഈ ഒരു രീതി ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ, ശ്രീധർ പറയും, ഇന്ന വന്നൽ മഗ്റൂറീൻ ബിഅന്നഹു യകുൻ ലഹും സുൽത്താൻ വൽ ഖിലാഫ ഫിൽ അർദ് ബിമുജറദ് ജഅബൽ ഈമാൻ വൽ ഇസ്ലാം. ഈ തെറ്റായ വഴിയിലൂടെ പോയി വഞ്ചനയപ്പെടുന്ന സാധുക്കൾ വിചാരിക്കുക തങ്ങൾക്ക് ഖിലാഫത്ത് കിട്ടും, സുൽത്താൻ കിട്ടും. എങ്ങനെ?
ഇസ്ലാം ഈമാനും ഉണ്ടെന്ന് വാദിക്കുന്നത് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ആ വാദത്തിന്റെ സ്വന്തം പേര് വാദിക്കുന്നതിന്റെ പേരിൽ മാത്രമായിട്ട് ഖിലാഫത്തും സുൽത്താനൊക്കെ കിട്ടാൻ പോകുന്ന വലിയ ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ള വിചാരം. അപ്പൊ ആ ഒരു വാദമുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. പിന്നെ കുറച്ച് ബദനിയായ അമലുകളും ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ശാരീരികമായ ചില അമലുകളൊക്കെ എടുക്കുന്നുണ്ടാവും. എന്നാലോ അവരുടെ സ്വഭാവത്തിൽ നീതി പരിപാലനം എന്നുള്ളതില്ല, ഇഖാമത്തുൽ അദൽ ഫിന്നാസില്ല. അതേപോലെ ശരിയായ നാഗരികത കെട്ടിപ്പടുക്കുക, ഭൂമിയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക, ആ ജാതി ഒരു അജണ്ട അവർക്കില്ല. പക്ഷെ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നുള്ള വലിയ നാവിലെ വാദമുണ്ട്. ഇത്തിരി ചില്ലറ ആമാൽ ബദനീയത്തോ കൊണ്ടെടുക്കുന്നുണ്ടാവും. ഹുവ മിനൽ ഹുസ്ബി ആയത്തില്ല. ആ പണി അള്ളാഹുവിന്റെ ആയത്തുകളെ കളിയാക്കലാണ്. ഈ ആയത്തില്ലാഹി ബി കിതാബി, അള്ളാഹുവിന്റെ കിതാബിൽ ആയത്തുകളെ കളിയാക്കലാണ് ഈ പറഞ്ഞ ഇടപാട്. വായാത്തിഹി ഫി ഖൽഖി, അള്ളാഹുവിന്റെ കിതാബിൽ മാത്രമല്ല ഖൽഖിലെ സൃഷ്ടിപ്പിലെ അള്ളാഹുവിന്റെ ആയത്തുകളെയും കളിയാക്കലാണ്. ഫഇന്നഹ മുത്തഫിഖത്തുൻ അലാ അന്നൽ അർള യരിസുഹ ഇബാദുല്ലാഹി സ്വാലിഹൂൻ ലിഇമാറത്തിഹ വഇഖാമത്തിൽ അദിൽ ഫീഹ. കാരണം അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, ഈ ഭൂമിയുടെ അനന്തരാവകാശം ഇനി അവസാനം വരാൻ പോവുക സ്വാലിഹീങ്ങളായ ഇബാദിന്റെ കയ്യിലാണ്. അവർ ഈ ഭൂമിയെ ഇമാറത്ത് ചെയ്യും, അവിടെ നീതി സ്ഥാപിക്കും. മക്കാൻ റബ്ബുക ലിയുഹ്ലിക്കൽ ഖുറാ, സൂറത്ത് ഹൂദ് 117. അയലുമം, ഖുറകളെ, ഉമ്മത്തുകളെ അള്ളാഹു നശിപ്പിക്കാൻ പോകുന്നില്ല. ബിദുൽമിൻ മിന്നും ഐ ശിർകിൻ വകുഫ്രിൻ ഔ മിൻഹു ലഹു വഅസ്ലു അഹ്ലുഹാ മുസ്ലിഹൂൻ. ആ നാട്ടിലെ മനുഷ്യന്മാര് ഇസ്ലാഹ് ചെയ്യുന്നവരാണെങ്കിൽ ആ നാട്ടിനെ അള്ളാഹു ശിക്ഷിക്കാൻ പോകുന്നില്ല. അയ്വൽ ഹാൽ അന്നഹും മുസ്ലിഹൂൻ ഫി അഅമാലിഹിം വസിയാസത്തിഹിം വഇന്നമാ യുഹ്ലികുഹാ ഇദാ ളലമു വഅഫ്സദു ഫിഹാ. അപ്പൊ അള്ളാഹ് അവരെ ശിക്ഷിക്കാൻ പോകുന്നില്ല. പിന്നെ ശിക്ഷിക്കുക എപ്പോഴാ? അവിടെ അന്യായം കാണിക്കാനും വസാദ് ഉണ്ടാക്കാനും അവർ മുന്നോട്ട് വരുമ്പോൾ മാത്രമേ അള്ളാഹു ശിക്ഷിക്കുള്ളൂ. വല്ല ആയത്താൻ ഫസറത്താൻ അനിഫൻ, ഈ രണ്ട് പിന്നെ ഇപ്പൊ തഫ്സീർ ചെയ്ത ആയത്തുകൾ ഫസറത്താൻ അനിഫൻ വമാഫി മാനാഹ, ഈ തഫ്സീർ ചെയ്യപ്പെട്ട രണ്ട് ആയത്തുകളും പിന്നെ ഖൗലിഹി തആല വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്ന് പറഞ്ഞ ഖൗല് പോലെ തന്നെ ആൽ ഇംറാൻ 103. പിന്നെ വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അളീം എന്ന് അതേ സൂറത്തിൽ 105-ാമത്തെ ആയത്ത് പറയുന്നു. 103 മുതൽ 105 വരെയുള്ള ആയത്തുകളുടെ ഈ വിഷയം സൂറത്ത് ആൽ ഇംറാനിൽ പറയാം. പിന്നെ പറഞ്ഞു അന്നാമില് നേരത്തെ പറഞ്ഞ തന്നെ ഇന്നലീന ഫറഖു ദീനഹും വകാനൂ ശിയ്യഅൻ ലസ്ത മിൻഹും ഫീ ഷൈഇൻ, സൂറത്തുൽ അൻആം 159. ആ ദീനിനെ ഭിന്നിപ്പിച്ച് വ്യത്യസ്ത ഷിയകളായി പറഞ്ഞ ആൾക്കാരിൽ ആരോടും ഒരു ബന്ധവും താങ്കൾക്കില്ല. കുല്ലുഹ ഹാദിമത്തുൽ ലിത്തഖാലിദ് അല്ലതി ഫറഖത്തിൽ ഉമ്മ, ഈ ആയത്തുകളൊക്കെയും സമുദായത്തെ ചിദ്രിപ്പിച്ച ഭിന്നിപ്പിച്ച തഖ്ലീദുകളെ പൊളിച്ചു കളയുന്ന ആയത്തുകളാണ്. വജാലത്ത് ഹഷിയാൻ, സമുദായത്തെ കക്ഷികളായി മാറ്റിയ എല്ലാ തഖ്ലീദ്വാദികൾക്കും എതിരെയുള്ള ശക്തമായ പ്രഹരങ്ങളാണ് ഈ ആയത്തുകളൊക്കെ എന്ന്. ഹത്തസാറ ബഅസുഹ ബൈനഹ ശരീരൻ, അങ്ങനെ സമുദായം തമ്മിലുള്ള ബഅസ് കഠിനമായി, തമ്മിലുള്ള യുദ്ധം കഠിനമായി. ഫസുഫിക്കത്ത് ദിമാഉഹാ ബിയദീഹ, അങ്ങനെ ഈ സമുദായത്തിന്റെ സ്വന്തം കരങ്ങളാൽ ഈ സമുദായത്തിന്റെ രക്തം ചിന്തപ്പെട്ടു. ദീൻ ഛിന്ന ഭിന്നമാക്കിയപ്പോ അതിന്റെ പേരിൽ അവരുടെ ദുന്യാവും ഛിന്ന ഭിന്നമാക്കപ്പെട്ടു. അതിന്റെ പിന്നാലെ എന്തുണ്ടായി? എല്ലാ മോശം പണികൾക്കും പര്യവസാനം എല്ലാ സമുദായത്തിനും എല്ലാ നാട്ടിലും ഉണ്ടായതുപോലെ മുസ്ലിങ്ങൾക്കും ഉണ്ടായി എന്നുള്ളതാണ്. ثم بين تعالى غاية الوعيد المشار إليه في الاسمين الكريمين. പിന്നെ അള്ളാഹ് പറഞ്ഞ ഈ ഒരു താക്കീദിന്റെ ഗായത്ത്, അതിന്റെ ആ ലക്ഷ്യം ഉള്ള പറയാണ് ഈ രണ്ട് കരീമായ ഇസ്മുകളിലൂടെ. ഹൽ യൻദുറൂന ഇല്ലാ അൻ യഅതിയഹുമുല്ലാഹു ഫീ ദുലലിൻ മിനൽ ഗമാമി വൽ മലായിക. അപ്പോ ഇതുവരെ നിങ്ങൾ എന്തായിരുന്നു, ഇപ്പൊ എന്തായി? അവർ കാത്തിരിക്കുന്നുണ്ടോ? ഹൽ യൻദുറൂൻ, ഹൽ യൻദുറൂനൊക്കെ ഹൽ യൻതദിറൂന എന്നാണ് അർത്ഥം. അവിടെ പറയുന്നുണ്ട് നോക്കി നിൽക്കുന്നുണ്ടോ എന്നല്ല, കാത്തിരിക്കുന്നുണ്ടോ. പക്ഷെ നിങ്ങളിന്ന് ഖിതാബിന്റെ സീഗ പോയിട്ട് ഗായിബിന്റെ സീഗ വന്നു. അത് പിന്നെ ഇവിടെ സൂചിപ്പിക്കുക ഇതുവരെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് സ്ലിപ്പായി, സിറാത്തുള്ളയിൽ നിന്ന് സ്ലിപ്പായി മറ്റു വഴികൾ സ്വീകരിച്ച ആൾക്കാരെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നുള്ള
അഡ്രസ് ചെയ്ത ആയത്തുകളുണ്ടായിരുന്നു. അത് മാറിയിട്ട് ലമീർ ഗായിബിലേക്ക് മാറുകയാണ്. വൽ ഹിക്മത്ത് ഫിൽ ഇൽത്തിഫാത്ത് തനാവുൽ ഹാദൽ വഈദ്. ഇങ്ങനെ ഒരു ചേഞ്ചിൽ അടങ്ങിയിട്ടുള്ള യുക്തി എന്താ വെച്ചാൽ, അള്ളാഹ് അഡ്രസ് ചെയ്യുന്ന ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള ആൾക്കാർക്ക് മാത്രം വിഷയീഭവിക്കുന്ന കാര്യമല്ല പറഞ്ഞു. മറിച്ച് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മുഅ്മിനീങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ ആരാണോ സ്ലിപ്പായി പോകുന്നത്, ശൈത്താന്റെ വഴിയിലേക്ക് പോകുന്നത്, അവർക്കെല്ലാം ഉള്ള താക്കീതാണ്. ഇസ്ലാമിൽ പ്രവേശിക്കാനും അതിനെതിരായത് ചെയ്യാതിരിക്കാനുള്ള അള്ളാഹിന്റെ കൽപ്പന ഉണ്ടല്ലോ, ആ കൽപ്പനയ്ക്ക് എതിരുന്നതാണ്. കമൻ ജലമ വൈരി, അല്ലാതെ സ്ലിപ്പായവർക്കും ഉള്ള താക്കീതാണ്. ഔഹിയൽ ഇതാണ്. അല്ലെങ്കിൽ ഈ ആയത്തൊരു അറിയിപ്പാണ്, ഇങ്ങനെ ശരിപ്പായി പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഖിതാബിന്റെ ഷറഫ് അർഹിക്കുന്നില്ല. അള്ളാഹു നേരിട്ട് അഡ്രസ് ചെയ്യാൻ മാത്രമുള്ള യോഗ്യത അവർക്കില്ല. അതുകൊണ്ടാണ് അഡ്രസ്സിങ്ങിന്റെ ശൈലി മാറ്റി വായുവിന്റെ ചെയ്യുക അള്ളാഹ് കൊണ്ടുവന്നത് എന്നും വ്യാഖ്യാനിക്കുന്നു. അൽ ഇസ്തിഫാമില്ലായ ബിമാന നഫി ഹൽ യൻദുറൂൻ എന്ന ഈ ചോദ്യത്തിന്റെ ഹൽ എന്നുള്ള ഇസ്തിഫാമിന്റെ അർത്ഥം വാസ്തവത്തിൽ നഫിയാണ്. അപ്പൊ നഫീന്റെ അർത്ഥത്തിലുള്ള ചോദ്യരൂപമാണ്. കാത്തിരിക്കുന്നുണ്ടോ അവർ, കാത്തിരിക്കാനുണ്ടോ അവർക്ക് എന്ന് ചോദിച്ചാൽ കാത്തിരിക്കാനൊന്നുമില്ല എന്ന നഫീന്റെ അർത്ഥമാണ് അവിടെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളത്. യൻദുറൂൻ ബിമാന യൻതദിറൂൻ, യൻദുറൂൻ എന്ന് പറഞ്ഞാൽ യൻതദിറൂന്റെ അർത്ഥത്തിലാണ്. വഹിയ കസീറത്തുൽ ഇസ്തിമാൽ ബിഹാദൽ മാന ഫിൽ കിതാബ് അൽ അസീസ്. അല്ലാഹുവിന്റെ കിതാബുൽ അസീസിൽ ആ അർത്ഥത്തിൽ ഈ പ്രയോഗം ധാരാളം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഖിറത്തിന്റെ കാര്യത്തിൽ. ഉദാഹരണം, ഫഹൽ യൻദുറൂന ഇല്ലാ അൻ സഅത അൻ തഅതിയഹും ബഗ്ത, സൂറത്ത് മുഹമ്മദ് 17. സഅത്ത് ഖിയാമത്ത് നാൾ ബഗ്തത്തായിട്ട് ഓർക്കാപ്പുറത്ത് അവർക്ക് വരുന്നതല്ലാതെ മറ്റെന്തെങ്കിലും അവർക്ക് കാത്തിരിക്കാനുണ്ടോ? ഹൽ യൻദുറൂൻ എന്നാണ് അവിടെ. അത് ഹൽ യൻതദിറൂന എന്നാണ് ഉദ്ദേശം. മുഹമ്മദ് 17. ഇനി യാസീൻ 49 വമാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദ, ഒരു അട്ടഹാസം മാത്രമാണ് അവർ നോക്കിയിരിക്കല്ല കാത്തിരിക്കാനുള്ളതാണ്. യൻതദിറൂനാണ്. വഇത്യാനുല്ലാഹി തആല, ഇനി യഅതിയുല്ലാഹ് വൽ മലായികത്തു ഫീ ദുലലി മിനൽ ഗമാം, അല്ലാഹ് വരിക എന്ന് പറഞ്ഞാൽ ഫസ്റഹുൽ ജലാൽ വ ആഖിറുൻ യതിയന അംരി. തഫ്സീറുൽ ജലാലിലയിൽ ജലാലും മറ്റുള്ള പല പണ്ഡിതന്മാരും അള്ളാഹു വരിക, അള്ളാഹുവിന്റെ അമ്ര വരിക, ശിക്ഷ വരിക എന്നർത്ഥമാണ് പറഞ്ഞത്. അതാണ് കഖൗലിഹി ബിആദിൻ ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുൽ മലായിക ഔ യഅതി അംറു റബ്ബിക, സൂറത്തുൻ നഹൽ ആ അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ അതേപോലെ ആ അർത്ഥം വരാം എന്നാണ്. അപ്പൊ ഇത് അള്ളാഹുവിന്റെ തഖ്വീഫാണ്, ഭയപ്പെടുത്തൽ അർത്ഥത്തിലാണ്. എന്തിനെ കുറിച്ചുള്ള ഭയപ്പെടുത്തൽ? അദാബുൽ ആഖിറ വരാൻ പോകുന്നു എന്നുള്ള ഭയപ്പെടുത്തൽ. അത് ഇതിനോട് തുല്യമായ മുവാഫിഖായ ഒട്ടനേകം ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലാതെ പുതുമുള്ള ഒന്നല്ല. ഇതേ ശൈലിയിൽ വന്നിട്ടുണ്ട്. വഖറദ് ഉസ്താദുൽ ഇമാം അൽ ജലാൽ അലാ ദാലിക്, ഈ അർത്ഥം ജലാലുദ്ദീൻ സുയൂത്തി പറഞ്ഞ ഉസ്താദുൽ ഇമാം ശരിവെക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. വബയ്യന ഫി ദർസ്, മാത്രമല്ല തഫ്സീറിന്റെ ക്ലാസ്സിൽ ഉസ്താദ് വിശദീകരിച്ചു അന്ന ഹാദൽ ഇസ്തിമാല മിൻ അസാലിബിൽ അറബിൽ മഅറൂഫ, അറബികളുടെ ചിരപരിചിതമായ ഒരു ശൈലിയാണ് ഇത്. മിൻ ഹദ്ഫിൽ മുളാഫ്, മുളാഫ് കളയാന്നുള്ളത്. വൈസ്നാദിൽ ഫേലില്ല മുളാഫിലേക്ക് മജാസൻ, എന്നിട്ട് ഫേലിനെ മുളാഫിലേക്ക് നേരിട്ട് അറ്റാച്ച് ചെയ്യാന്നുള്ളത് അറബികളുടെ ശൈലിയാണ്. ഈ കാര്യം വളരെ വ്യക്തമായി ബഷീറുള്ളാഹിയുടെ ക്ലാസ്സിൽ ഉസ്താദ് ഇമാം വിശദീകരിച്ചു. അതുപോലെ അദ്ദി വസ്അലിൽ ഖറിയ, ഇത് ഏതുപോലെ വെച്ചാൽ വസ്അലിൽ ഖറിയ പ്രത്യേകിച്ചുകൊണ്ടല്ല ഞാൻ പോലെ. വസ്അലിൽ ഖറിയ വസ്അൽ അഹ്ലൽ ഖറിയാണ്. അപ്പൊ അഹ്ലൽ ഖറിയ എന്നുള്ള അഹ്ല മുളാഫാണ്, മുളാഫില്ലാതെ മുളാഫിലെയും മാത്രം പറഞ്ഞു, അണ്ടർസ്റ്റുഡ് ആണ്. അതേപോലെയാണ്. മിനൽ മുഫസ്സിരീൻ മൻ ഖാൽ, ഇനി ഇങ്ങനെ പറഞ്ഞവരുണ്ട് മുഫസ്സിരീങ്ങൾ, ഇന്നൽ ഇസ്നാദ ഹഖീഖി, ഈ ചേർത്ത് പറയുന്നത് ശരിക്കുള്ളതന്നെ. വഇന്നമാ ഹദിഫൽ മഫ്ഊൽ ലിൽ ഇൽമി ബി മിനൽ വഈദി സാബിഖ്, എന്നാൽ അവിടെ പറയാതെ പോയത് മഫ്ഊലാണ്. അതെന്ത് എന്നുള്ളത് ഈ താക്കീത് കൊണ്ട് മാലൂമാണ്, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഐ ഹൽ യൻദുറൂന ഇല്ലാ അൻ യഅതിയഹുല്ലാഹു ബിമാ വഅദഹും ബിമിന സാഅ വൽ അസാബ്, അള്ളാഹു ഒരു വാഗ്ദാനം ചെയ്ത സാഅത്തും ശിക്ഷയും, അന്യനാളും ശിക്ഷയും, അത് വരുന്നതാണോ ഇവർ കാത്തിരിക്കുന്നത്? അതിനുവേണ്ടി ഇവരെ കാത്തിരിക്കുകയാണോ? വഅദഹു ആഖിറൂൻ മിനൽ മുതശാബിഹാത്ത്, എന്നാൽ ഈ ആയത്തിനെ മുതശാബിഹാത്തിന്റെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞവരും ഉണ്ട് ചില പണ്ഡിതന്മാർ. അള്ളാഹുവിന്റെ വരവ് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷ വരവ് എന്നല്ല, അള്ളാഹ് തന്നെ വരും, ദാത്തിയായിട്ട് വരും. വലാകിൻ ലാ കഇത്യാനിൽ ബശർ, പക്ഷെ മനുഷ്യന്മാരെടുക്കുകയും വരുന്ന മാറ്റത്തെ വരവല്ല.
ബലിത്തിയാനു മിൻ സിഫാത്തി, മറിച്ച് ഈ വരിക എന്നുള്ള അള്ളാഹിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. അലത്തിലാൻ അബഹസൻ കൈഫിയത്തിഹ, അതെങ്ങനെയാന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇത്തിബാൻ സലഫ്, സലഫിന്റെ വഴി അങ്ങനെയാണ്. ിയാൻ ബിമാൻ അഖല ബൈഹഖി മിൻ അശ്ശരി ഫലാ നദ്കുറു. ഇനി ഞാൻ യത്തിയഹുല്ലാഹു ഫീ ദുല്ലൽ എന്നുള്ള ഉള്ള തെവീൽ, ബൈഹഖി പറഞ്ഞ തെവീൽ, അത് നമ്മളിവിടെ പറയുന്നില്ല. ലിഅന്നഹു മിമ്മാ യജിദുൽ മാന ബുഅദൻ അനിൽ ഫഹം. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്നതിനേക്കാളും മനസ്സിലാകായികയും ബുഅദുമായിരിക്കും അതുകൊണ്ട് ഫലമായിട്ടുണ്ടാകും. അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. قد يقال إنه ليس من مقتضى مذهب السلف أن يجعل كل ما يسند إلى الله تعالى من المتشابهات التي لا تفهم بحال. എന്നാൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. എന്താ? സലഫികളുടെ മദ്ഹബിന്റെ മുക്തളയിൽ താല്പര്യത്തിൽപ്പെട്ടതല്ല അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞതൊക്കെ തന്നെയും മുത്തശാബിഹാത്ത എന്ന് പറഞ്ഞതല്ലല്ലോ. മുത്തശാബിഹാത്ത് എന്ന് നമുക്ക് മനസ്സിലാവാത്ത സംഗതികളാണ്. അത് നമുക്ക് മനസ്സിലാവുന്ന സംഗതികളെ കൂടി കൊണ്ടായി മുത്തശാബിഹാത്ത് വിശേഷിപ്പിക്കരുത്. വല തുഫസ്സർ വലോ ബി ഇജ്മാൽ, മൊത്തത്തിലാണെങ്കിൽ പോലും അങ്ങനെ വ്യാഖ്യാനത്തിന് പഴുതില്ല. ഫഹസ്ബുന നഖൂൽ അലാ റഈ മൻ ഫസ്സറ ഇത്യാൻ അല്ലാഹുന ബിതിയൻ അംരി. അപ്പൊ ഇല്ലാൻ യത്തിയഹുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ വരിക എന്ന് വ്യാഖ്യാനിച്ച ആൾക്കാര് പിന്നെ അവിടെ നമുക്ക് നിർത്താം. ഒമാ വാദമിൻ അദാബ്, അള്ളാഹു തആല പറഞ്ഞ അദാബ് വരും എന്നുള്ള അർത്ഥത്തിൽ. ആ വിത്യാൻ ബിമാ വാദബി, അല്ലെങ്കിൽ അള്ളാഹു വാദത്വം ചെയ്ത് അള്ളാഹു തആല കൊണ്ടുവരും എന്നാണ്. പിന്നെ നുഫവ്വിൽ ഇലൈഹി തആല കൈഫിയത്ത് ദാലിക്. അതേതായാലും അള്ളാഹു പറഞ്ഞ ഈ വരവ്, കൊണ്ടുവരവ്, ശിക്ഷ വരവ് എന്തൊക്കെ ആവട്ടെ, അത് എങ്ങനെയെന്നുള്ളത് നമ്മൾ അള്ളാഹു കൊടുക്കുന്നു. അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കും, നമുക്കത് പറയാൻ കഴിയില്ല. നുഫവ്വിൽ ഇലല്ലാഹി തആല മാൽ ഇൽമി ബിഅന്ന അല്ലാഹു തആല യുൻദിറു ലിന ജൽവൻ സിറാത്തിഹി വതഫറഖു ദീനഹു. ദീനിനെ ഭിന്നിപ്പിക്കുകയും അള്ളാഹു സിറാത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്ത ആൾക്കാർക്ക് അള്ളാഹു തആല വാണിംഗ് കൊടുക്കുന്നുണ്ട്. ലാബിഷൈ മജ്ഹൂൽ മുത്ലഖ്, മുത്ലഖായ ഒന്നിന്റെയും പേരിലല്ലാതെ പിന്നെ രണ്ടാണ്. വൈമ യദുല്ലുന അലാ മുറാദ ബില്ലായ മാ ദക്കർന ഖൗലു തആല വൈമ തശഖഖു അസ്സമാഉ ബിൽ ഗമാം വനസ്സില അൽ മലായികത്തു തൻസീല അൽ ഖുർആൻ 25. അപ്പൊ ഇവിടെ ഈ ആയത്തുകൊണ്ടുള്ള ഉദ്ദേശ്യം പിന്നെ സൂറത്ത് ഫുർഖാൻ 25-ാമത്തെ ആയത്ത് പറഞ്ഞ സംഗതിയാണ് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. എന്താ? ആകാശം ഗമാമ് കൊണ്ടുവരുന്ന, ഗമാമിനെ പിന്നെ കഷ്ണിക്കുന്ന, തശഖുഖാക്കുന്ന ദിവസം, മലക്കുകൾ ഒന്നാകെ ഇറക്കപ്പെടുന്ന, ഇറങ്ങുന്നതല്ല ഇറക്കപ്പെടുന്ന ദിവസം. വനസ്സിലൽ മലായികത്തു തൻസീല. അപ്പൊ ഇതുപോലെ ഒരുപാട് ആയത്തുകളുണ്ട്. ഖിയാമു സഅത്ത്, ഖറാബുൽ ആലം ഒക്കെ പറയുന്നത്, ലോകം ഒടുങ്ങും, എല്ലാം നശിക്കും എന്ന് പറയുന്ന ആയത്തുകൾ. ഇദസ്സമാഉൻ ഷഖത്ത്, ഒരു ഉദാഹരണം, സൂറത്തുൽ ഇൻശിഖാഖ്. വൻതസറത്ത് കവാഖിബുഹ, അതിന്റെ കവക്കുകളൊക്കെ ഉതിർന്ന് വീണാൽ. പിന്നമാ യതി ബിദാലിക അല്ലാഹു തആല ബിതഗ്യീരി ഹാദ നിളാം അലൈഹി വല്ലാഹു ഇർതിബാത്തുൽ കവാകിബ് വഹിഫ്ദി കുല്ലി കൗകബ് ഫി വലകി. അല്ലാഹു തആല ഈ നിളാം മാറ്റം വരുത്തുക എപ്പോഴാണ്? കൗക്കബുകൾക്ക് ബന്ധമുള്ള ഈ സംഗതി, ഓരോ കൗക്കബിനെ അതിന്റെ ഫലക്കിൽ പിടിച്ചു നിർത്തുന്ന നിയമം. സയ്യത്തിൽ മദ്ഹബി സലഫിൽ ഇത്യാൻ തൗജീഹ് അഖ്റബ് മിൻ ഹാദ, ഒരുപക്ഷെ സലഫികളുടേതായി ഇതിനേക്കാളും ഖരീബായ ഒരു ന്യായീകരണത്തിന്റെ തൗജീഹിന്റെ രൂപം വേറെ കണ്ടേക്കാം. ഗമാം, ഇനി ഫി ദുലലിമ്മൽ ഗമാം, കഷ്ണം, മേഘത്തിന്റെ കഷ്ണം എന്ന് പറഞ്ഞു. കിതാബ് സഹാബിൽ അത് ആദ്യമായി വരുന്ന മേഘത്തിന്റെ കഷ്ണങ്ങളും കീറുകളുമാണ് ദുലലും ഗമാം. ലുല്ലത്തിന്റെ ജമ്മാണ് ബിൽ ലമ്മി കഗറഫ് ജമ്മ ഗുർഫ വഹിയമ അവല്ലക്. നിങ്ങൾക്ക് ലില്ല് തരുന്നതാണ് ലുല്ലത്ത്. ഫസാൻ ജമ്മ ഗമാമ സഹാബ. ഗമാമ എന്ന് പറയുമ്പം കാർമേഘം എന്നുള്ള, സഹാബ് സഹാബത്ത്. വസനിലും മാനയിലും ആ വാക്ക് വൃത്തിയാണ്. സുമ്മിയ ബിദാലിക്കൽ അന്നഹു യഗ്മു സമാഅ യസ്തുറുഹ, ആകാശത്തെ മൂടിക്കളയുന്നു, ഗമ്മി ചെയ്യുന്നു എന്നുള്ളതാണ് ഗമാം എന്ന വാക്ക് വെച്ച്. ഗമാം ബിസ്സഹാബിൽ അബിയദ്, ഗമാമിനെ വെളുത്ത മേഘക്കീറ് എന്ന് പ്രത്യേകം തഫ്സീർ ചെയ്തവരുണ്ട്. ഫസാദ ബാദുൻ ആഖർ അർ-റഖീഖ് വഫീഹി അന്നൽ അബിയദ് അർ-റഖീഖ് ലാ യംതഖു അൽ-അറബ് തുസമ്മി അൽ-ബർദ ഹുബ്ബൽ ഗമാം. വദക്കറ al-മുഫസ്സിറൂൻ അന്ന ഇത്യാൻ അംറുല്ലാഹി ഔ അദാബി ഫിൽ ഗമാം, അള്ളാഹുവിന്റെ അമ്ര് വരിക അല്ലെങ്കിൽ ഗമാമിലൂടെ അള്ളാഹിന്റെ ശിക്ഷ വരിക എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അൻ മജീഇഹി മിൻ ഹൈസു തുർജി അർ-റഹ്മ അൽ-ബത്തർ, അത് അള്ളാഹുവിന്റെ ഒരു വരവിനെ കുറിച്ചുള്ള പ്രയോഗം തന്നെയാണ്. ഏതുപോലെ മിൻ ഹൈസു തറജി റഹ്മ അൽ-മത്തർ, ഒരു റഹ്മത്ത് പിന്നെ മത്തറിനെ അറിയിക്കുന്ന പോലെ, അല്ലെങ്കിൽ മത്തറിന്റെ പ്രജ ഉണ്ടാക്കുന്ന പോലെ.
വദാലിക അബ്ലഗു ബി തംസീലി ഹൗലിൽ അദാബ് വല്ലാത്തി. അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭീകരതയും അതിന്റെ ഫലാത്തും ചിത്രീകരിക്കാൻ ഏറ്റവും ബലീഗായ, ഏറ്റവും തികഞ്ഞ ഭാഷയാണ്. ലിഅന്നൽ ഖൗഫ ഇദാ ജാഅ മിൻ മൗദിൽ അംൻ. കാരണം ഒരാൾ അമ്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് ഖൗഫ് വന്നാൽ, മൃഗം പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് ഖൗഫ് വന്നാൽ എന്താ? കാന ഖത്ബുഹു അഅ്ളം. അവന്റെ അപകടം, അവന്റെ പരീക്ഷണം അത് കൂടുതൽ അളീമായിട്ടുള്ള ഒന്നായിട്ട് മാറുകയാണ്. വൽ അദാബു ഇദാ ഫാജഅ മിൻ ഹൈസു റഹ്മ. എന്നാൽ റഹ്മത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥാനത്ത് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് അദാബ് വന്നാൽ കാന വഖഉഹു ആലമ. ആ ശിക്ഷയുടെ പതനം, ആ ശിക്ഷ നമുക്ക് വന്ന് പതിക്കുന്നത് കൂടുതൽ അലമുണ്ടാക്കുന്ന ഒന്നായിരിക്കും. കമാ വഖാലി ആദിൻ ഖൗമി ഹൂദ്. ഹൂദ് നബിയുടെ ഖൗമായ ആദിന് സംഭവിച്ചതുപോലെ അവരെന്ത് പറഞ്ഞു? ഹാദാ ആരിദുൻ മുംതിറുനാ ഖാലു ഹാദാ ആരിദുൻ മുംതിറുനാ. അത് മേഘം കണ്ടപ്പോ നമുക്ക് മഴ പെയ്യിക്കാൻ വന്ന മേഘ കഷ്ണമാണ്. ബൽ ഹുവ മസ്തഅജൽതും ബി. എന്നാൽ അവരോടുള്ള മറുപടി അന്ന് നബി പറയാം, അല്ല, നിങ്ങൾ ധൃതി കൂട്ടി ആവശ്യപ്പെട്ട സംഗതിയാണ്. എന്താ? റീഹൻ ഫി ഹാദാബുൻ അലീം. ഇത് വലിയൊരു കാറ്റ്, ആ കാറ്റിൽ വേദനായകമായ ശിക്ഷ ഉണ്ട്. അപ്പൊ കാറ്റിൽ തന്നെ ശിക്ഷ ഉണ്ട്, തീരെ വന്നാൽ പിന്നെ വേറെ ശിക്ഷ ഉണ്ട്. വഹു മബ്നിയുൻ അലാ ഗമാം മദിനത്തുൽ മത്തർ. ഗമാം എന്ന് പറഞ്ഞാൽ മത്തർ വരാനുള്ള രംഗമാണെന്ന അടിസ്ഥാനത്തിലാണ് ഈ വ്യാഖ്യാനം. വല്ലാഹു അന്നമൻ ഖാല ഇന്നൽ ഗമാം ഹുവ സഹബുൽ അബിയദ്. എന്നാൽ വെളുത്ത മേഘം എന്നർത്ഥമാണ് ഗമാമിനുള്ളത് എന്ന് പറഞ്ഞവര് ലാ യാനി ബിഹി തിൽക സഹായിബൽ ബിയൻ റിഖാഖൽ മുർതഫിഅ അല്ലതി തദ്ഹർ ഫി അയ്യാമി സൈഫ്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഉഷ്ണകാലത്ത് ഇങ്ങനെ ലാഹിറായി കാണുന്ന വളരെ കട്ടി കുറഞ്ഞ ആ വെളുത്ത മേഘങ്ങളെയല്ല അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറാദ് ബിഹി ദാലിക സഹാബൽ മുസിഫ് അലി ജഖലിബിൽ മത്തർ. മറിച്ച് മത്തർ കൊണ്ടുള്ള ഭാരം, ആ ഭാരം കൊണ്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സഹാബ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വെളുത്ത മേഘക്കീറുകളല്ല. അലൈഹി അഖ്റബുൽ ബയാ മിൻഹു മിൻ സവാദ്. അതിന് കറുപ്പിനോടുള്ളതിനേക്കാൾ ഏറെ സാദൃശ്യമുള്ളത്, കുർബത്തുള്ളത് വെളുപ്പിനോടാണ് എന്നുള്ളതാണ് വാസ്തവം. ഇന്നൽ ഹിക്മത്ത് ഫി നുസൂലിൽ അദാബ് ഫിൽ ഗമാം. ഇനി ഗമാമിലൂടെ, മേഘത്തിലൂടെ ശിക്ഷ വരിക, ഇറങ്ങുക എന്ന് പറഞ്ഞതിലുള്ള യുക്തി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഷഡനായിട്ട് പെട്ടെന്നായിട്ട് അത് വന്നിറക്കുക എന്നുള്ള അർത്ഥത്തിലാണ് മേഘത്തിലൂടെ വരിക. വലാ തൗത്തി ആ തുവത്തിൻ നുഫൂസ് അല ഇഹ്തിമാലി. അതിനെ ഉൾക്കൊള്ളാനുള്ള, സ്വീകരിക്കാനുള്ള ഒരു തൗത്തീം നഫ്സ്, മനസ്സിനെ പാകപ്പെടുത്തൽ, അതിനുള്ള അവസരം ഉണ്ടാവില്ല. വദാലിക അബ്ലഗു മാ ഫി ഹൗലി. അങ്ങനെ ഒട്ടും നിനക്കാതെ, പ്രതീക്ഷിക്കാതെ, മനസ്സിനെ പാകപ്പെടുത്താൻ പോലെ അവസരം കിട്ടാതെ വന്ന് പതിക്കുമ്പോൾ ഭീകരതയിൽ ഏറ്റവും വലിയതായിരിക്കും അത്. മാമിൻ ദുഹിയൻ ബിൽ അംരി കൽ മുഅ്തദ്. മാമൻ ദുഹിയ ബിൽ അംരി കൽ മുഅ്തദ്. അത് മാമൻ ദുഹിയ ബിൽ അംരി കൽ മുഅ്തദ്. ഒരു അമ്ര്, ഒരു സംഗതി ദുഹിയ എന്നാൽ ഓർക്കാപ്പുറത്ത് ദാഹിയത്തായിട്ട് ഒരാൾക്ക് വന്നു. അങ്ങനെ വന്ന ഒരുത്തൻ മുഅ്തദിനെ പോലെയല്ല, അതിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരാളെ പോലെയല്ല എന്നാണ്. അതായത് ഈ ഗമാമ് ലോകത്ത് നശിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് ഫജ്അത്തായിട്ട് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയായിരിക്കും ചെയ്യുക. ശിക്ഷ അവർക്ക് അങ്ങനെ വരും. അതായത് നാശത്തിൽ നിന്നും ഉത്ഭൂതമാകുന്ന ഈ ഗമാമ് ഛിന്ന ഭിന്നമായി പോകുന്നതിന് മുമ്പായിട്ട് ആ ശിക്ഷ അവർക്ക് വന്ന് ഇറങ്ങുകയാണ് ഉണ്ടാകുന്നത്. ഇത് നേരത്തെ പറഞ്ഞിട്ട് ഒക്കുന്ന ഒരു വിശദീകരണമാണ്. അപ്പോൾ അഖ്റബില മാന ഖൗലി തആല ഫി ലാതഅദീകുമില്ല ഭാഗത്ത് സൂറത്തുൽ അറാഫിൽ 187 അള്ളാഹ് സാത്തിനെ കുറിച്ച് പറഞ്ഞ ഒരേ സംഗതി ഭഗത്തായിട്ടേ നിങ്ങൾക്കത് വരുള്ളൂ. ഓർക്കാപ്പുറത്ത് ഷഡനായിട്ട് മാത്രമേ ഖിയാമത്ത് നാൾ നിങ്ങൾക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അതിനോട് യോജിക്കുന്നു. വജിബൻ തക്കൂന ഹദിൽ ആയാത്ത് ഇബ്റത്തൻ ലിൽ മുഅ്മിൻ. ശരിക്കും ഈ ആയത്തുകളൊക്കെ മുഅ്മിനായ ഒരാൾക്ക് നല്ല ഗുണപാഠമായിരിക്കണം നിർബന്ധമായിട്ട്. തുറഗിബുഹു ഫിൽ മുബാദറ ഇല തൗബ. തൗബയിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങാൻ അവനെ പ്രേരിപ്പിക്കുന്ന, ആഗ്രഹം ജനിപ്പിക്കുന്ന ഒന്നായിരിക്കണം ഈ ആയത്തുകൾ.
എന്തിന്? തൗബ ചെയ്ത് മരിക്കാൻ എപ്പോഴും തയ്യാറായി നിന്നാൽ ഗാഫിലായിരിക്കെ അള്ളാന്റെ വായത് അവന് അപ്രതീക്ഷിതമായിട്ട് വന്ന് പിടികൂടി കൊണ്ടുവന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ. ഒരുപക്ഷെ അവൻ ഖിയാമത്ത് വരെ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. ലോകം മുഴുവൻ ഒടുങ്ങുന്ന, ലോകത്തിന് മൊത്തം മുഫാദാത്തായിട്ട് സംഭവിക്കുന്ന ഖിയാമത്ത് നാള് അവന്റെ മുമ്പിൽ വന്നിട്ടില്ലെങ്കിലും അവന്റെ സ്വന്തം മരണം അവന്റെ ഖിയാമത്ത് നാളാണ്. അത് അവർക്ക് അപ്പുറത്ത് വന്ന് ഭവിക്കാതിരിക്കാനാണ് തൗബ ചെയ്ത് മടങ്ങാനുള്ള പ്രേരണ ഈ ആയത്തിലുള്ളത്. അവന്റെ ഖിയാമത്തിന്റെ ഖിയാമ്, സ്വന്തം ഖിയാമത്ത്, അതിന് മരണം പെട്ടെന്ന് വരിക എന്നുള്ളതല്ല. പൈലത്ത് ഭക്തത്തൻ. ഇനി അങ്ങനെ പെട്ടെന്ന് മരിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ജാഹു മർത്തുൽ മൗത്ത് ഭക്ത, മരിക്കാനിടയാക്കുന്ന രോഗം പെട്ടെന്ന് വരും. ഒരു മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കടുത്ത രോഗം പെട്ടെന്ന് വരും. യഖ്ദിർ അലൽ അമൽ, ആ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അമലിനും കഴിയില്ല. ജലൻ, തനിക്ക് വന്ന വീഴ്ചകളെ പരിഹരിക്കാൻ, വീണ്ടെടുക്കാൻ കഴിയില്ല. പിന്നെ അതാണ് ഉണ്ടാവുക. അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് പോയാൽ അലത്തി അർഷത്തിനായി ആയത്ത് സാബിഖ അൽ വജീൽ അവൽ, നേരത്തെയുള്ള ആയത്ത് നമ്മൾ ചൂണ്ടിക്കാണിച്ചെന്ന ആ വഴിയിലൂടെ ഈ തഫ്സീരിയ ഇപ്പൊ ഹമല്ല ബാദൽ ആയാത്ത് അല ബാദൽ, അങ്ങനെ ആയത്തുകൾ ഓരോന്നിനെയും ഒന്ന് മറ്റൊന്നിനെ ഹംലി ചെയ്യുന്ന, അതായത് തഫ്സീർ ചെയ്യുന്ന രീതി നമ്മൾ കൊണ്ടുപോയാൽ, തഫ്സീർ ചെയ്താൽ വസ്തഖ്റജൽ മാനാമിൻ മജ്മൂഇഹ, എന്നിട്ട് മൊത്തം ആയത്തുകളിൽ നിന്ന് ഒരു മാന നമ്മൾ ഇസ്തിഖ്റാജ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കാന ലന അൻ നഖൂൽ, നമുക്ക് പറയാം, ഇദാ വഖഅത്തിൽ വാഖിഅ വഖറഅത്തിൽ ഖാരിഅ വകുബ്ബറത്തിൽ ശംസ് വതനാസറത്തിൽ കവാകിബ് വൻഷഖത്തിൽ സമാഉ ഷഖ്ഖ വറുജ്ജത്തിൽ അർളു റജ്ജ വബുസ്സത്തിൽ ജിബാലു ബസ്സ, ഇതൊക്കെ ഫകാനത്ത് അവൽ കൽഹനിൽ മൻഫൂഷ് ثم صارت هواء منبثا فإن مادة الكون تعود كما كانت قبل التكوين. അപ്പോൾ ഖുർആനില് ലോകാന്ത്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ സംഗതികളൊക്കെ അവിടെ പിന്നെ ഒരേപോലെ ബാധകമാവും. കാരണം അള്ളാഹു തആല ലോകത്തെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച പദാർത്ഥം, സബ്സ്റ്റൻസ് എന്തോ, അത് ആ തക്വീനിന്റെ മുമ്പുള്ള പോലെ തന്നെ ആവും. കമാ കാനത്ത് ഖബല തക്വീൻ ഐ മാദ്ദ ജദീദിയ്യ വഹിയ മാ ഉദ്ബറ അൻ ഫീ ബദീ തക്വീൻ ബിദ്ദുഖാൻ. ആദ്യത്തില് ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ ദുഖാനായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആകാശത്തും ഭൂമിയിലൊക്കെ ദുഖാൻ. അഫിൽ ഹിക്കായത്ത് ഖറാബ് ബിൽ ഗമാം, അതേപോലെ ഗമാമിലൂടെ നാശം വരിക എന്നുള്ള ഹിക്കായത്തിൽ അതിനാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ കസീറ മിൻ ഉലമാഇൽ ഹൈഅ അൽ ഗർബിയീൻ, പാശ്ചാത്യരായ ഉലമാഉൽ ഹൈഅത്ത് പലരും ലാ തവഖൗൻ ഖറാബ ഹാദൽ ആലം, ഈ ലോകത്തിന്റെ നാശം അവർ കാത്തിരിക്കുന്നത് ബിഖാരിയത്തിൻ തഹദ്ദുസ് മിൻ ഇസ്തിദാമി ബാദിൽ കവാകിബ് ബാദിൽ, ഈ പ്രപഞ്ചത്തിലെ കൗക്കബുകൾ ഏതോ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ കാര്യ വഴിയാണ് ഈ ലോകം നശിക്കാൻ പോണത് എന്ന് ഇസ്ലാമിനെ അംഗീകരിക്കാത്തവരൊക്കെ ആയിട്ടുള്ള ഹയ്യത്തിന്റെ ശാസ്ത്രജ്ഞന്മാര് പാശ്ചാത്യത്തിൽ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഗോളങ്ങൾ തമ്മിലൊക്കെ നിലനിൽക്കുന്ന ആകർഷണമുണ്ട്. ആ ആകർഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്പരം കൂട്ടിമുട്ടാത്തതും പരസ്പരം ഒന്ന് മറ്റൊന്നിൽ വന്ന് വീഴാത്തതും ഒക്കെ. ആ ജذبട് പോകും. അതിന് പോയാൽ പിന്നെ ആകെ തമ്മിൽ പിന്നെ അലങ്കോലാവും. അത് ഇഖാം ഈ ഹാലൻ നിലാം, ഈ നിലാമിൽ നിലനിന്നത് ആ ജذബിലായിരുന്നു. ആ ജذബട് പോയി, ആകർഷണം പോയാൽ ആകെ എല്ലാം ക്ലാഷ് ആവും. വഹുഫി മാനാമ വർദ മിൻ തശഖ്ഖി സമാ ബിൽ ഗമാം, ഇതാണ് ഗമാമ് കൊണ്ട് സമാ ഛിന്ന ഭിന്നമാവുക എന്നുള്ള പ്രയോഗം വന്നതിന്റെ അർത്ഥം. വഹാദൽ മാന ലം യഖ്തുർ അല ബിബാൽ അഹദ് അല അഹദ് നജുൽ ഖുർആൻ. എന്തായാലും ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളും ഈ മാനയൊന്നും ആരുടെയും ചിന്തയിൽ ഉദിക്കാറേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.